ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ക്യാറ്റിന് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ പോയ സമയത്തായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുന്നത്. ക്യാറ്റ് ഫുഡ് മാത്രം വാങ്ങി തിരിച്ചു വരാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പം ഇതൊന്നും ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങളൊരു പെറ്റ് ലവറാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ, ഓരോ ഫിഷും കാണാൻ നമ്മൾ ശരിക്കും ഒരു മ്യൂസിയത്തിൽ പോയ ഫീലായിരുന്നു. ഒന്നിനൊന്നിനും മെച്ചായിട്ടുള്ള ഫിഷുകളായിരുന്നു. ഇത്രയും തോനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം ഇതിനു മുൻപ് ഞങ്ങൾ വേറെ കടയിൽ ഗപ്പി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്രയും തോനെ മീനിൻ്റെ കളക്ഷൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീനായിക്കോട്ടെ വേറെ ഉള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ അതും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇത്രയും തോനെ ബേർഡ്സിനും ഫിഷിനൊക്കെ കണ്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഗപ്പി എന്തൊക്കെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. കാർപ്പുണ്ട്, പിന്നെ എന്താ പറയുക, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫിഷ് ഉണ്ട്. ഇത് നോക്കി, ഇതിൻ്റെ ഐസ് നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ അതിനേക്കാളും ഒരു സൈസ് കുറച്ചെന്താ കേട്ടോ അത്. ഇനി നിങ്ങൾ ഫൈറ്റർ ലവർ ആണെങ്കിൽ അടിപൊളി ഫൈറ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ നിങ്ങൾ ഒരു ഫൈറ്ററെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുണ്ട്, നിങ്ങൾ 2-3 ഫൈറ്ററെ വാങ്ങിയിട്ടായിരിക്കും എന്തായാലും തിരിച്ചു വരുന്നത്. ഒന്നൊന്നിന് മെച്ചമായിട്ടുള്ള ഫൈറ്റേഴ്സായിരുന്നു. ഞങ്ങൾക്ക് പോലും നന്നായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഏത് മീൻ എടുക്കണം എന്നുള്ള. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ എല്ലാം. കാർപ്പുണ്ട്, ഗപ്പിയുണ്ട്, ബീറ്റുണ്ട്, ക്യാറ്റ് ഫിഷ് ഉണ്ട്, ഗോൾഡൻ ഫിഷ് ഉണ്ട്, ഡിസ്കസ് ഉണ്ട്, ബട്ടർഫ്ലൈ ഫിഷ് ഉണ്ട്, ഗൂബി ഫിഷ് ഉണ്ട്. ഇത്രയ്ക്കേ എനിക്ക് പേരറിയുള്ളൂ. ഇതിലേതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ ആയിരിക്കും നിങ്ങൾ അവിടെ ചെന്നുണ്ടാവും. നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും നമ്മൾ ഏതാ വാങ്ങേണ്ടതെന്നുള്ളത്. ഇതിൽ 2-3 ഐറ്റം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ ഇത്ര ബ്യൂട്ടിഫുൾ എന്നുള്ളത് മീനിന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ ക്യാമറ കാണിച്ചപ്പം മീൻ വല്ലാണ്ട് തുള്ളി കളിക്കുന്നുണ്ട്. എന്താപ്പം അതിൻ്റെ ഒരു ജാടല്ലേ. നൃത്തം ചെയ്യുന്ന മയിൽ എത്ര ഭംഗിയാണെങ്കിലും നൃത്തം ചെയ്യുന്ന മീൻ എത്ര ഭംഗിയുണ്ടാവും. ചിലതാണെങ്കിലോ തൊട്ടിട്ടും തോണ്ടിയിട്ടൊന്നും അനങ്ങുന്നു പോലും ഇല്ല. ചിലരാണെങ്കിലോ നല്ല മത്സ്യകന്യക നീന്തും പോലെ നീന്തുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇനി നമുക്ക് ബേർഡ്സിനെ കുറിച്ച് കാണാം. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ ബേർഡ്സും. പ്രാവുണ്ട്, പ്രാവിൽ തന്നെ എന്താ ഡബിൾ ആയിട്ടുള്ള പ്രാവുണ്ട് അത്ര. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. പിന്നെ ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട്, കോഴി ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തത്തൻ്റെ ഏതൊക്കെയോ വെറൈറ്റീസ് ആയിട്ടുള്ള തത്തകളാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കോക്ടെയിൽ. എന്താ എൻ്റെ ബാക്കിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നതെന്നിട്ടായിരിക്കും ആ തത്ത പറയുന്നത്. അതിനും സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതെന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടാവായിരുന്നു. അത്രയും നേരം ഞാൻ അതിൻ്റെ പിറകെ നടക്കുന്നു. എന്തെല്ലാം വെറൈറ്റീസ് അല്ലേ ഓരോ ജീവികളിലും. നോർമലി ഞാനങ്ങനെ ബേർഡ്സിനായിട്ടൊന്നും വലിയ കമ്പനി ആവുന്ന ടൈപ്പല്ല. പക്ഷേ ഇതിറ്റിങ്ങളെ കാണുമ്പോൾ നല്ല മൊഞ്ചുണ്ട് ഓരോന്നിനും നോക്കി നിൽക്കുമ്പോൾ. എന്തൊക്കെ വെറൈറ്റീസാണ്. ഓരോന്നിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കുറേ നേരം എന്നെ നോക്കിയിട്ട് മാറി നിന്ന് എന്തോ പറയുന്നുണ്ട്. അവരുടെ ഭാഷയിൽ അവരെന്തെങ്കിലുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തും പറഞ്ഞതൊക്കെ ആയിരിക്കാം. പിന്നെ കണ്ടില്ലേ ഇവരിങ്ങനെ നിൽക്കുന്നതൊക്കെ നോക്ക്, നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്നത് പോലെ. ഇത് നമ്മുടെ പ്രാവിൻ്റെ ഒരു ചെറിയ ഐറ്റല്ലേ, എനിക്ക് തന്നെ ഒന്നും പേരെന്താ അറിയില്ല. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കോക്ടെയിൽ. കണ്ണൂർക്കാരുടെ കോക്ടെയിൽ അല്ല കേട്ടോ, ഇത് പക്ഷിയായിട്ടുള്ള കോക്ടെയിൽ. പിന്നെ പേർഷ്യൻ കാറ്റ്സും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള പേർഷ്യൻ കാറ്റ്സ്. അതായത് സെമി പഞ്ച് ഉണ്ടായിരുന്നു, പഞ്ച് ഉണ്ടായിരുന്നു, ഹിമാലയൻ ഉണ്ടായിരുന്നു. കണ്ടില്ല എന്ത് ക്യൂട്ടല്ലേ. ഇവരുടെ കുട്ടികളുടെ കൂടെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ. പിന്നെ ആ പേടിയൊക്കെ മാറി. ഇവരുടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ നല്ല രസമാട്ടോ. നമ്മുടെ മേത്ത് കയറി മറിഞ്ഞിങ്ങനെ കളിക്കും. എൻ്റെ ഫേസിലെന്താ അത്ര ഗൗരവം നോക്കണ്ട, ഒരു പീടി കയറി അടുത്ത പീടിയും കയറണം എന്ന് പറഞ്ഞു. അതാണ് അത്ര ഗൗരവം. ശരിക്കും ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള ഷോപ്പ്. അത് അവരുടെ സെക്കൻഡറി ഷോപ്പാണ്. ഈ ഷോപ്പിലുള്ളത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. കാറ്റ് ലവേഴ്സ് കാണോ നിങ്ങൾ, എങ്കിലും ഇങ്ങനത്തതൊക്കെ ഒന്ന് മേടിച്ചോളൂ കേട്ടോ. ഈ ബെൽറ്റൊക്കെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള. നമുക്ക് ക്യാറ്റിന് ഇട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും. ക്യാറ്റിനായാലും ഡോഗിനായിട്ടുള്ള കോമ്പുണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഇതിനെ കണ്ടോ നല്ല രസമില്ല ഇത് ഫുഡ് കഴിക്കുന്നത് കാണാൻ. ഇവരുടെ ഈ ഷോപ്പിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ മറ്റേ ഷോപ്പിലായിരുന്നു. ഈ വെറൈറ്റീസ് തന്നെ കണ്ടിട്ട് എന്താ പറയുക, ഓരോന്നും ക്യാപ്ചർ ചെയ്യാൻ തോന്നും. പിന്നെ ഈ സിപ്പപ്പ് ഐറ്റംസൊക്കെ ഞങ്ങൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാറ്റിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് കേട്ടോ. ഫുഡിനെക്കാൾക്കും ശരിക്കും അവർക്ക് ഇഷ്ടം അതാണ്, ഇങ്ങനെയുള്ള ഈ സിപ്പപ്പ് ഐറ്റംസ്. പിന്നെ ഇത് ഡോഗിൻ്റെ സാധനങ്ങൾ, ഓരോന്നിനും വെറൈറ്റി ആയിട്ടുള്ള. ഞങ്ങൾ നോർമലി ഹിമാലയൻ്റെ ഷാമ്പൂ പൗഡറൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അതിലും വെറൈറ്റി ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ടോയ്സാണ്, ഡോഗിന് വേണ്ടിയിട്ടുള്ള ടോയ്സ്. ഫിഷ് ബോൾ, പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ഓരോ ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവർക്ക് എല്ല് ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ എല്ലുണ്ട്. പിന്നെ ഇത് അവരുടെ മരുന്ന് സെക്ഷനാണ്. പിന്നെ ഷാമ്പു അങ്ങനത്തതും ഉണ്ട്. ടോയ്സ് എന്ന് പറഞ്ഞാൽ എത്ര വെറൈറ്റി ടോയ്സ് കണ്ടില്ലേ, കണ്ട ഒരു ചെരുപ്പ് പോലെയൊക്കെ. അപ്പം ഷോപ്പ് ഏതാണെന്ന് മറക്കണ്ട, എൻജോയ് പെറ്റ് ഷോപ്പാണ് കേട്ടോ, കൽപ്പറ്റ. കണ്ടോ ഇതാണ് ഷോപ്പ് വരുന്നത്. ഞാൻ പിന്നെയും പുറത്തിറങ്ങിയിട്ട് അവിടെ പോയിട്ട് പിന്നെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രസമായിരുന്നല്ലോ. അപ്പം പിന്നെ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ കുറച്ചും കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് എടുത്തു.
സോയി ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് വേണമെന്ന് പറയാണ്. ഇവിടെ മീനുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിന്. അപ്പം ഞങ്ങളും ഇതിന്ന് 3-4 ഐറ്റംസ് ഞങ്ങൾ മേടിച്ചിട്ടോ. ഈ മീനാണ് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഞാൻ ലേറ്റ് അടിച്ചിട്ടാണോ അങ്ങനെയെന്ന് അറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എന്താ ടൈഗർ ഫിഷ്, എന്താ ഇതിൻ്റെ ഒന്നും പേരറിയില്ല. ഇതൊക്കെ ഭയങ്കര ചെറിയ ഫിഷ് കേട്ടോ, ഭയങ്കര സ്മോൾ ആയിട്ടുള്ളതാണ്. ഒരു ചെറിയ കുറേയൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കുക. ഇതെന്താ മുഷു അങ്ങനെ എന്തോ പറയുന്ന ഐറ്റാണ് ഇത്, കറക്റ്റ് മീനൊന്നും അറിയില്ല. അത് കണ്ടില്ലേ ഓടുന്നതും ചാടുന്നതൊക്കെ. പിന്നെ ഇവരുടെ ഡെഡിക്കേഷനാണ് നമുക്ക് പറയാതെ വയ്യ, അത്ര അടിപൊളി കളക്ഷൻസാണ്. അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട, കൽപ്പറ്റ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എൻജോയ് പെറ്റ് ഷോപ്പ്. അപ്പോൾ ഓക്കെ, ബൈ.